അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലെ വീഡിയോസുകളൊക്കെ കാണുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും തീർത്ത് അള്ളാഹു നമുക്ക് സന്തോഷമുള്ളൊരു ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് അല്ലേ. ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. എപ്പോഴും അവർ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും അവർക്കിടയിൽ പ്രശ്നങ്ങളാണ്. അവരെപ്പോഴും വഴക്കാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ പറ്റുന്നില്ല, ഭർത്താവിന് ഭാര്യയെ പറ്റുന്നില്ല, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഒരു യോജിപ്പില്ല. എല്ലാ കുടുംബത്തിലും ഏകദേശം ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ചില കുടുംബത്തിൽ അൽഹംദുലില്ലാ വലിയ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നവരുമുണ്ട്. അള്ളാഹു അത്തരം ജീവിതത്തെ സന്തോഷത്തിലാക്കി തരട്ടെ. അത്തരം ജീവിതത്തെ അള്ളാഹു ഇനിയും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ഇൻഷാ അള്ളാഹ്. കുടുംബജീവിതം തകർന്നു പോയ എല്ലാവർക്കും അള്ളാഹു നല്ല സന്തോഷമുള്ളൊരു ജീവിതം തരട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. സന്തോഷത്തോടുകൂടി ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കാൻ വേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് ഞാൻ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലോ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല ഞാൻ പറയുന്നത്. ഞാനിത് പറയുന്നത് ഒരു കോമൺ ആയിട്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ലൈഫ് ഇതുപോലെയാണോ മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇല്ലെങ്കിൽ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കൂ. അള്ളാഹു വിജയിപ്പിച്ച് തരട്ടെ ഇൻഷാ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഞാൻ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ ഒരു ജീവിതം, ഒരു ദിവസം തുടങ്ങുന്ന ദിവസം തുടക്കത്തിൽ ആ രണ്ട് വ്യക്തികൾ ഉറക്കത്തിൽ നിന്ന് എണീച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടു കൂടി ഒന്ന് ആലിംഗനം ചെയ്ത് ഒരു ചുംബനൊക്കെ കൊടുത്തൊരു ദിവസം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അതിൻ്റെ സന്തോഷം എത്രയെന്നറിയങ്ങൾ. രാവിലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചോക്കാം. രാവിലെ എണീക്കുമ്പോൾ തന്നെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചൊരു ഉമ്മൊക്കെ കൊടുത്ത് സന്തോഷത്തോടു കൂടി ആ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ എത്ര വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തലേന്ന് രാത്രി അടിയല്ലാത്തതൊക്കെ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ മറന്ന് രാവിലെ ഈ ഉറക്കം എന്ന് പറയുന്നത് വല്ലാത്തൊരു മറവി, വല്ലാത്തൊരു മരണമാണ് ഉറക്കം എന്ന് പറഞ്ഞാൽ. കാരണം ഉറങ്ങുന്നതോടുകൂടി നമ്മൾ റൂഹ് പിന്നെ ഒരു ബന്ധമില്ലല്ലോ. ആ റൂഹ് പിന്നെ തിരിച്ച് കിട്ടി നമ്മൾ ഉറക്കത്തിൽ ഉണരുന്ന സമയം ഈ ഭാര്യ ഭർത്താക്കന്മാരൊന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടു കൂടി ഒരു ദിവസം തുടങ്ങിയാൽ സന്തോഷത്തോടു കൂടി അവർക്ക് മരണം വരെ ജീവിക്കാൻ കഴിയും. കാരണം അവർക്കിടയിൽ എപ്പോഴും സ്നേഹം വർദ്ധിക്കും. ആ ഒരു ആലിംഗനം, ആ ഒരു ചുംബനം അത് നിലനിർത്തുകയാണെങ്കിൽ അവർക്കിടയിലെ പ്രശ്നങ്ങൾ അവർക്ക് ഉള്ളിൽ കൊണ്ടുനടക്കാൻ പറ്റൂല. അതവർ മറക്കും. അതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ. അള്ളാഹു വിജയിപ്പിക്കട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ആശയവിനിമയം. അതായത് നമ്മൾ നമ്മുടെ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് പരസ്പരം എപ്പോഴും ഒരാശയവിനിമയം നടത്തുന്നത് എത്രയോ നല്ലതാണ്. വലിയ വലിയ പൊട്ടിത്തെറികൾ ഒഴിവാക്കാൻ നല്ലതാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഭാര്യ ഒരു തീരുമാനമെടുക്കുകയാണ്, ഒരു കാര്യം തീരുമാനിച്ചു. അപ്പോൾ ഭർത്താവിനോടൊരു അഭിപ്രായം ചോദിക്കാം. അല്ലക്ക, ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങളെ സമ്മതമുണ്ടോ എന്ന് വളരെ സന്തോഷത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടി ഭർത്താവിനോട് ചോദിച്ചാൽ എത്ര സമ്മതമില്ലാത്ത ഭർത്താവാണെങ്കിലും അത് സമ്മതിക്കും. മോളെ നീ പൊയ്ക്കോ, അല്ലെങ്കിൽ ആ ഒരു ഉള്ളിൽ ഇനി പോകണ്ട എന്നാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ചോദ്യം ആ മനസ്സിനെ വല്ലാണ്ട് പിടിച്ച് കുലുക്കും, ഒരു സംശയവുമില്ല. അതുപോലെ ഭർത്താക്കന്മാർ സുഹൃത്തുക്കളെ കൂടെ ഒന്ന് പുറത്തു പോകുമ്പോൾ, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഒരു വാഹനം മേടിക്കാൻ തീരുമാനിക്കുമ്പോൾ, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ ഭർത്താവും തന്നെ ഒരു ആശയവിനിമയം നടത്തുക. മോളെ, ഞാൻ ഇങ്ങനെ ഇന്നൊരു സ്ഥലത്തേക്ക് പോട്ടെ, എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും പോകുന്നുണ്ട്, ഞാൻ പോകുന്നത് എനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ പ്രയാസമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പെണ്ണ് എത്ര പ്രയാസമുള്ളവളാണെങ്കിലും അവളുടെ ഉള്ളിൽ പഠിച്ചോ എൻ്റെ എന്നോട് ചോദിച്ചതല്ലേ, ആ ഒരു സന്തോഷത്തോടു കൂടി അവളെ സമ്മതിക്കും. അവൾക്ക് ചിലപ്പോൾ താല്പര്യം ഇല്ലെങ്കിൽ പോലും അവളെ സമ്മതിക്കും. അതാണ്, എത്ര വലിയ കട്ടിയുള്ള മനസ്സാണെങ്കിലും പെണ്ണ് ഭർത്താവിൻ്റെ മുന്നിൽ സ്നേഹം കൊടുത്താൽ അലിയുന്നവളാണ് പെണ്ണ്. അപ്പോൾ ഇത് ഭാര്യയും ഭർത്താവും കേൾക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരും ശ്രദ്ധിക്കുക. പരസ്പരം തുറന്നുള്ള സംസാരം, ആ ആശയവിനിമയം അത് വല്ലാത്ത ഒരു സന്തോഷം ആ ജീവിതത്തിൽ നൽകും. അതുപോലെ തന്നെ ദിവസേന കുറച്ച് സമയം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക. ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന ഭർത്താവ് ഒന്ന് ഇരുന്നിട്ട് നോക്കാം,
ഇങ്ങനെയൊക്കെ പോയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിടി, അല്ലെങ്കിൽ എനിക്കൊന്ന് ഉച്ചക്ക് ചോറുന്നപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. ഇങ്ങനെ അന്നുണ്ടായ ദുഃഖങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക, സന്തോഷങ്ങളൊക്കെ ഒന്ന് പറയുക. ഭാര്യയും തന്നെ ഭർത്താവ് വരുമ്പോൾ നോക്കി പിന്നെ എന്ന് കുട്ടികൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട്, അങ്ങനെ ഒരു വല്ലാത്ത സന്തോഷമുള്ളൊരു ജീവിതമാക്കിയാൽ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ. അങ്ങനെ വന്ന് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇരുന്നിട്ട് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ പറയുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ ജീവിതത്തിൽ വല്ലാത്ത സന്തോഷം ഉണ്ടാകും. അള്ളാഹു അങ്ങനെ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഒരു പക്ഷേ ഈ വോയിസ് കേൾക്കുന്ന പല ഭാര്യമാരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, പക്ഷെ ഭർത്താവിനെ അതിന് കിട്ടൂല. ചില ഭർത്താക്കന്മാർ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, പക്ഷെ ഭാര്യമാരെ കിട്ടൂല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം മെയിനായിട്ട്. അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി നൽകട്ടെ. അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ ഒരുമിച്ച് നിശ്ചയിക്കുക. അതായത് ഒരു തീരുമാനം എടുക്കുമ്പോൾ, എന്തെങ്കിലും ഒരു തീരുമാനം, ഇപ്പോൾ ഒരു ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ, വലിയ വലിയ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഭർത്താവുമായി പങ്കുവെച്ച് അല്ലെങ്കിൽ ഭാര്യയുമായി പങ്കുവെച്ച് രണ്ടാളും ഉറപ്പിച്ച് സമ്മതം ഉണ്ടെങ്കിൽ മാത്രം ആ തീരുമാനങ്ങൾ എടുക്കുക. ഇതൊക്കെ ജീവിതത്തിന് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ചെറിയ ചെറിയ സമ്മാനങ്ങൾ, ഇത് ഗിഫ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാമൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നെ വേണമെന്നില്ല, ഒരു പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭർത്താവ് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് ഭാര്യയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അറിയാത്തൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് ഭർത്താവിന് കൊടുക്കുക. എന്നിട്ട് അത് തുറന്നു നോക്കി ഭർത്താവ് സന്തോഷിക്കുക, ഭാര്യ സന്തോഷിക്കുക. അത് ആലോചിച്ചോ നിങ്ങൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ടോ കണി, മാഷാ അല്ലാ, അത് വല്ലാത്തൊരു സന്തോഷമുള്ള ലൈഫല്ലേ. അള്ളാഹു അങ്ങനെ നമ്മളെ ലൈഫ് ആക്കി തരട്ടെ. നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുക, ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമേക്കാരെ. ആ സന്തോഷം പിണക്കങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാറിപ്പോവും. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ നമ്മുടെയൊക്കെ ജീവിതം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കുറച്ച് സമയം ചിരിക്കുക. അതേപോലെ തന്നെ കുറച്ച് തമാശയൊക്കെ പറയുക, കുസൃതി കാണിക്കാനൊക്കെ കുറച്ച് സമയം കണ്ടെത്തണം. ഇത് മറ്റേ ഒലക്ക മുണിങ്ങിയ ആൾക്കാരെ മാതിരി ചില ഭർത്താക്കന്മാരുണ്ടാവും, മസിലും പിടിച്ച് അങ്ങനെ നടക്കണം. അവർക്ക് എന്ത് പറഞ്ഞാലും ചിരിയില്ല, കളിയില്ല, ജോലിക്ക് പോവുക, പണിയെടുക്കുക, പൈസ കൊണ്ടുവരിക, പെരിയിൽ വെക്കുക, കിടന്നുറങ്ങുക, തിന്നുക, കുടിക്കുക, ഇതേക്കാരം ഓരോ ലൈഫ്. ചില പെണ്ണുങ്ങൾ അതേമാതിരിക്കാരം ഭയങ്കര ഇടിവെട്ടിയ ആൾക്കാരെ മാതിരി കൂടുതൽ ചിരിയില്ല, കളിയില്ല, തമാശയില്ല. ഭർത്താവിന് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കും, വേണ്ടതൊക്കെ ചെയ്യും, മക്കൾക്ക് വേണ്ടതൊക്കെ ചെയ്യും, പക്ഷേ ഒരു സന്തോഷം ഉണ്ടാവില്ല. എപ്പോഴും ആ മുഖത്ത് ഇടി വെട്ടിയ മാതിരിക്കാരം, അങ്ങനെ മരവിച്ചു കൊണ്ടേക്കാരം മുഖം കയറ്റി പിടിച്ചിട്ട്. അതൊരു സന്തോഷമില്ലാത്ത ജീവിതമാണ് കേട്ടോ. എപ്പോഴും തമാശ പറയുക, കോമഡി പറഞ്ഞ് ചിരിക്കുക, അതൊക്കെ ഭയങ്കര രസമാണ്. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾ എൻ്റെ ഈ വോയിസ് കേൾക്കുന്നത് നിങ്ങൾ കമൻ്റ് ഇടണം. എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് കേട്ടോ, ഉസ്താദ് പറഞ്ഞ രീതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് കമൻ്റ് ഇടണേ ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം പരസ്പരം പരമാവധി പിന്തുണ നൽകുക. അതായത് ഇപ്പോൾ ഭാര്യ ഒരു കറി ഉണ്ടാക്കി, ഭക്ഷണം ഉണ്ടാക്കി, അതിനെ ഭർത്താവ് എത്ര കൊള്ളൂലാത്ത ഭക്ഷണമാണെങ്കിലും അവളെ പ്രോത്സാഹിപ്പിക്കുക. മോളെ അടിപൊളിയായിട്ടോ, മാഷാ അല്ലാ, എങ്ങനെ ഇത് ഉണ്ടാക്കിയത്, ഉഷാറായിക്കണല്ലോ എന്നൊക്കെ പറഞ്ഞൊന്നങ്ങനെ മൊഞ്ചാക്കിയിട്ട് പിന്നെ പറയാം. പിന്നെ ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ അപ്പം പറയരുത്, എന്നിട്ട് നല്ല ഉഷാറാക്കി പറഞ്ഞിട്ട് ലാസ്റ്റ് പറയാം സംഭവം അടിപൊളിയായി മോളെ, ഉപ്പ് ലേശം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പൊളിച്ചിരുന്നു കേട്ടോ, അങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മൾ. ഭയങ്കര രസമായിട്ട് സന്തോഷിപ്പിച്ചിട്ട് സംസാരിക്കുക. ഭർത്താവ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരുമ്പോൾ, ഗിഫ്റ്റ് ആയിക്കോട്ടെ, മാക്സി ആയിക്കോട്ടെ, ചുരിദാർ ആയിക്കോട്ടെ, അത് മേടിച്ച് തരുമ്പോൾ അതിനെ കുറ്റം പറയാതെ, അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് സ്വീകരിച്ചിട്ട് സന്തോഷം അറിയിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പറയാം നോക്കി അടിപൊളിയായിക്കണം കേട്ടോ, നിങ്ങൾ മേടിച്ചു തന്നത് സൂപ്പറായി മാഷാ അല്ലാ, പിന്നല്ലേ ഇതിൻ്റെ പച്ച കളറ് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി രസമായിട്ടുണ്ടാവില്ലേ. അങ്ങനെയൊക്കെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇഷ്ടങ്ങളുണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, മറന്നിട്ട് സന്തോഷിക്കുക. പരസ്പരം എന്ത് ചെയ്യുക, പിന്തുണ നൽകുക. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ, അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഭാര്യ കൂടെ ഇരുന്നിട്ട്, അതൊക്കെ വല്ലാത്തൊരു സന്തോഷമാണ് നിങ്ങളെ. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നം അത് സിഹ്റ് കൊണ്ടാണ്, അത് കണ്ണേറാണ്, നാവേറാന്ന് പറഞ്ഞ് മാത്രം നടക്കാതെ ഇത്തരം ഒരു കോമൺ ആയിട്ട് എല്ലാ കുടുംബത്തിലും നടക്കുന്ന സംഭവങ്ങളാണ്. ഇതൊന്നും എന്ത് ചെയ്യുക, യുക്തി കൊണ്ട് ചിന്തിച്ചിട്ട് കുറേയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ പുറത്ത് കൊണ്ടുപോകാത്ത ഭർത്താക്കന്മാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെയും കുറേ ഭർത്താക്കന്മാരുണ്ട്, 8 വർഷമായത്രേ, ഒരു ബന്ധമില്ല, പുറത്തേക്കൊന്നും കൊണ്ടുപോകില്ല, പക്ഷെ പൊന്നുപോലെ നോക്കുന്നുണ്ട്, തിന്നാൻ കൊടുക്കുന്നുണ്ട്, കുടിക്കാൻ കൊടുക്കുന്നുണ്ട്, വേണ്ടതൊക്കെ ചെയ്യും, പക്ഷെ പുറലോകവുമായി ആ പെണ്ണിൻ്റെ ഒരു ബന്ധമില്ല. അങ്ങനെ കൂട്ടിലിട്ട് വളർത്താനുള്ളതല്ല പെണ്ണ്. പെണ്ണിൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുന്നത് ഭർത്താവിൻ്റെ കൂടെയല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഭർത്താക്കന്മാരെ അവസരം ഒരുക്കി കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളും ഒരു റാഹത്ത് കിട്ടാനുള്ളൊരു ടിപ്സുകളാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി, അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരും ഇൻഷാ അല്ലാ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ രാവിലെ ഒന്ന് റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ആലിങ്ങനെയൊക്കെ ചെയ്ത് ജീവിതം തുടങ്ങുമ്പോൾ തന്നെ തലേന്ന് ഭയങ്കരമായിട്ട് പ്രഷറായിട്ടുണ്ടാവും.
അതൊക്കെയാണ് മറക്കും. ചില ആൾക്കാരുണ്ട് ഒരു ദിവസം 2 ദിവസം തല്ല് പിടിക്കണമെങ്കിൽ ഒരാഴ്ച അത് കൊണ്ടുനടക്കും. ഏത് പെണ്ണാ, ചിലപ്പോൾ ഭർത്താക്കന്മാരേക്കാരും ചിലപ്പോൾ ഭാര്യമാരേക്കാരും ഒരാഴ്ച അത് കൊണ്ടുനടക്കുക. എന്നിട്ട് അതും കയറ്റി പിടിച്ച് അങ്ങനെ നടക്കും. 2 3 4 ദിവസം അതിങ്ങനെ കൊണ്ടുനടക്കും. എന്താടി എനിക്ക് ഒന്നുമില്ല, എന്താ നിങ്ങൾക്ക് ഇങ്ങനെ ഉരുളക്ക് ഉപ്പേരിമാരും മറുപടിയും പറഞ്ഞ് ചില ആളുകളുണ്ടാവും. പൊന്നാര മിനിങ്ങളെ, ലൈഫ് എന്ന് പറഞ്ഞാൽ ആകെ കുറഞ്ഞ ജീവിതമുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിതിൽ ആരെങ്കിലുമൊക്കെ മരിക്കാനുള്ളതാണ്. നമ്മളും നാളെ മരിക്കാനുള്ളതാണ്. അള്ളാഹു ഈമാൻ സലാമത്താക്കി തരട്ടെ. അതുകൊണ്ട് കുറഞ്ഞ കാലം നമുക്കിനി ജീവിതമുള്ളൂ. സന്തോഷിച്ച് ജീവിക്കുക. അള്ളാഹു സന്തോഷിച്ച് ജീവിക്കാൻ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ഇട്ടോളി. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.